പ്രിയമുള്ളവരെ നമസ്കാരം. അയനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാൽ നിങ്ങൾക്ക് ഒരു ആനത്താവളം കാണാം. ആനക്കോട്ട ആനകൾക്ക് താമസിക്കുവാനും വിശ്രമിക്കുവാനും മാത്രമുള്ള സ്ഥലമല്ല, അവിടെ ആനയുടെ സ്കൂളാണ്. അവിടെ ആനകൾക്കും പാപ്പാന്മാർക്കും വളരെ ചിട്ടയോടുകൂടി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ നടക്കിരുത്തുന്ന ആനകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരിടം കൂടിയാണ്. അതിനെ പുന്നത്തൂർ കോട്ട എന്നാണ് പഴയ കാലത്ത് വിളിച്ചിരുന്നത്. പുന്നത്തൂർ കോട്ട എന്നാൽ ഒരു പാലസാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൊട്ടാരമാണ്. ആ കൊട്ടാരം പഴയ കാലത്ത് ഒരു രാജാവ് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു ശിവക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. കൊട്ടാരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഈ ആനത്താവളത്തിൽ കയറണമെങ്കിൽ ഒരു ചെറിയ ഫീസൊക്കെ കൊടുക്കണം കേട്ടോ. ഫീസൊക്കെ അടച്ച് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് അകത്ത് കയറുന്നവർക്ക് മാത്രമാണ് ആനക്കോട്ടയിലേക്ക് പ്രവേശനമുള്ളത്. ഈ ആനക്കോട്ടയിൽ ധാരാളം ആനകളെ നമുക്ക് സ്വതന്ത്രമായി കാണാൻ കഴിയും. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഭൂമിയിൽ പൊതുജനങ്ങൾക്ക് ആനകളെ കൃത്യമായി കാണത്തക്ക വിധത്തിലാണ് അതിനെ തളച്ചിട്ടുള്ളത്. ഇവിടെ പ്രഗത്ഭരായ പല ആനകളുമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത നടക്കിരുത്തിയ ജയകൃഷ്ണൻ എന്ന ആനയുണ്ട്. നടൻ സുരേഷ് ഗോപി നടക്കിരുത്തിയ ലക്ഷ്മി നാരായണൻ എന്ന ആനയുണ്ട്. ശോഭ സിറ്റിയുടെ ഉടമ നടക്കിരുത്തിയ ആന എന്ന് തുടങ്ങി ഒരുപാട് ആനകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ആനകളെ തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലെ വഴിപാടുകൾക്കും ശീവേലികൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ മിടുക്കരായ ആനകളെയാണ് കൊണ്ടുപോകാറുള്ളത്. അനുസരണയുള്ള, മിടുക്കുള്ള, തലയെടുപ്പുള്ള, നല്ല ലക്ഷണമൊത്ത ആനകളെയാണ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾക്കായി കൊണ്ടുപോകാറുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നൊരു സ്ഥലമാണ്. ആനയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ്. ആനയെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ പാപ്പാന്മാരുടെ സജീവ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഒരാനയെ പുതിയതായി കിട്ടിയാൽ ഈ കൂട്ടിനുള്ളിൽ തളച്ചിട്ടിട്ടാണ് അതിനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ആനകളെ പൊതുനിരത്തിലേക്ക് ഇറക്കാറുള്ളത്. മതപ്പാടുള്ള ആനകളെ പ്രത്യേകമായി മാറ്റി നിർത്താറുണ്ട്. മതപ്പാടുള്ള ആനകളുടെ അടുത്തേക്ക് പാപ്പാന്മാർ പോലും വളരെ സൂക്ഷിച്ചാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ആനകളുടെ അടുത്തേക്ക് നമ്മൾ പോകരുത് എന്ന്. ഇവിടെ ഒരു വെറ്റിനറി ഓഫീസറുണ്ട്, ഇവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസറുണ്ട്. വെറ്റിനറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. അദ്ദേഹമാണ് അല്ലെങ്കിൽ അവരാണ് ആനയുടെ ശാരീരികമായ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആനയ്ക്ക് വർഷത്തിലൊരിക്കൽ സുഖചികിത്സ ഇവിടെ കൊടുക്കാറുണ്ട്. സുഖചികിത്സയുടെ കാലഘട്ടത്തിൽ ആനയെ മറ്റ് പണികൾക്കൊന്നും ഉപയോഗിക്കാറില്ല. അതിന് കൃത്യമായ ആഹാരവും ഭക്ഷണവും ആയുർവേദ മരുന്നുകളും കൊടുത്തുകൊണ്ട് അതിനെ നന്നായി പരിപാലിച്ചുകൊണ്ടാണ് ആനക്കോട്ടയിലെ ഓരോ ആനകളും വളരുന്നത്. ആനക്കോട്ടയിലെ പാപ്പാൻ പണിക്ക് മാത്രമായി ഏകദേശം 100-ന് മുകളിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനപ്പാപ്പന്മാർക്കൊക്കെ നല്ല ഡിമാൻഡാണ്. കാരണം അവർക്കും ഒരു സ്കൂള് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൽ എല്ലാ ദിവസവും അവർക്ക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നടന്നതിന് ശേഷമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ആനകളുമായി ഇടപഴകുന്നു. പൊതുജനങ്ങൾക്ക് കാണാനും നടന്നു നീങ്ങുവാനും ഏകദേശം 20 അടിയോളം വീതിയുള്ള നല്ല സുന്ദരമായ ഒരു റോഡ് ഈ ആനകളെ കെട്ടിയിട്ടതിന് എതിർദിശയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നന്നായി കാണുകയും അത് മനസ്സിലാക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യാം. ഒരു വടക്കൻ വീരഗാഥ എന്ന MT ചിത്രത്തിൻ്റെ ലൊക്കേഷനായി ഈ സ്ഥലം അഥവാ പുന്നത്തൂർ കോട്ട തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വ്യക്തികളും സ്ഥാപനങ്ങളും നടക്കിരുത്തുന്ന ആനകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രം എന്നതാണ്. ഇപ്പോൾ ഇവിടെ 50-ന് മുകളിൽ ആനകളുണ്ട്. ഇവയെ പരിപാലിക്കാനോ 100-ലധികം പാപ്പാന്മാരും. ഈ സ്ഥലത്തിൻ്റെ പരിപൂർണമായ നടത്തിപ്പ് ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ആനത്താവളവും ഈ ആനക്കോട്ടയുമൊക്കെ ഒരു പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം വഴിഞ്ഞൊഴുകുന്ന ഒരിടമാണ്. അവിടെ പാർക്കുന്ന ഓരോ ആനകളും ഇതിൻ്റെ സൗകുമാര്യം ആസ്വദിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഇതുവരെയും ആനത്താവളം അഥവാ ആനക്കോട്ട സന്ദർശിച്ചിട്ടില്ലെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ പോകണം, ആനകളെ കാണണം, തിരിച്ചറിയണം, മനസ്സിലാക്കണം. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.